Hello friends, എല്ലാവർക്കും Ammus Creation ചാനലിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്നൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കാണുന്നത്. ഞാൻ ഇന്നിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഒരു ടോപ്പിൽ ചെയ്തിരിക്കുന്ന ഡിസൈൻ കുറേ പേര് എന്നോട് റിക്വസ്റ്റ് ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ഡിസൈൻ എങ്ങനെയാണ് തയ്ക്കണ്ടേ എന്നുള്ളത്. ഇതിനു മുമ്പ് ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ ഒരു ഡിസൈനിനെ പറ്റി പറഞ്ഞുകൊണ്ട് എന്നുവെച്ചാൽ തയ്ച്ച് കാണിച്ചില്ല, പക്ഷെ എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് വേഗമായിട്ട് ഡിസൈൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കാണിക്കുന്നത് വേറൊരു മെറ്റീരിയലില്ല, ഈ സെയിം ഡിസൈൻ എങ്ങനെയാണ് തയ്ക്കുന്നത്, എൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയൊക്കെയാണ് തയ്ക്കണ്ടേ എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അത് തന്നെയല്ല, ഇന്ന് ഞാൻ തയ്ക്കുന്നത് ഒരു റോ സിൽക്ക് മെറ്റീരിയലാണ്. അപ്പോൾ റോ സിൽക്ക് മെറ്റീരിയലിൽ അറിയാലോ, റോ സിൽക്ക് മെറ്റീരിയൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തടിച്ചുണ്ടാവും, ജൂട്ട് പോലെ. അപ്പോൾ ആ തടിച്ചിരിക്കുമ്പം നമ്മൾ അങ്ങനത്തെ മെറ്റീരിയൽ തയ്ക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ മെറ്റീരിയൽ ഞാൻ തയ്ച്ചിരിക്കുന്ന ഈ ഒരു ടോപ്പ് ഒരു ചന്തേരി സിൽക്ക് മെറ്റീരിയലാണ്. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു റോ സിൽക്ക് മെറ്റീരിയലാണ് കാണിക്കണേന്ന്. റോ സിൽക്ക് മെറ്റീരിയൽ പല റേറ്റിൽ അവൈലബിൾ ആണ്. ഒരു 400+ മുതൽ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു 800+ വരെയുള്ള മെറ്റീരിയൽസ് ഉണ്ട്. അത് അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് റേറ്റും മാറിക്കൊണ്ടിരിക്കും. ഇന്ന് ഞാൻ കാണിക്കുന്നത് മെറ്റീരിയലിന് പെർ മീറ്റർ 525 റുപ്പീസാണ്. അപ്പം 2.5 മീറ്ററാണ് നമ്മൾ ടോപ്പ് മെറ്റീരിയലാണ്, അതിൻ്റെ അകത്താണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് ഡിസൈനിങ് വന്നിരിക്കുന്നത് ഞാൻ ആദ്യം കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിച്ചിങ് കണ്ടു നോക്കാം. ഞാൻ കാണിച്ചു തരാം. ആദ്യം നമ്മുടെ മെറ്റീരിയൽ ഇതാണ്. നമ്മുടെ മെറ്റീരിയൽ റോ സിൽക്ക് മെറ്റീരിയലാണിത്. അപ്പോൾ ഇത് കഴുത്തിൻ്റെ, ഇപ്പം ഞാൻ ഇട്ടയിൽ വന്നിരിക്കുന്നത് ലെഫ്റ്റിലും മിഡിലും ആയിട്ട് 2 ഡിസൈനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് റൈറ്റ് സൈഡിലും മിഡിലും ആയിട്ടാണ് ഡിസൈൻ വന്നിരിക്കുന്നത്. ഇതിലേക്കൂടെ കഴുത്ത് വരുമ്പോൾ ഇവിടെ റൈറ്റ് സൈഡിലും മിഡിലും ആയിട്ട് 2 ഡിസൈനാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഇത് ഒരു കോഫി ബ്രൗൺ കളറാണ്. അത് വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് ബ്ലാക്ക് ആയിട്ട് തോന്നുമെന്ന് എനിക്കറിയത്തില്ല. ഇത് ശരിക്കും ഡാർക്ക് കോഫി ബ്രൗൺ കളറാണ്. അപ്പം അതിൻ്റെ അകത്ത് പീച്ച് ഷെയ്ഡും ലൈറ്റ് സ്കിൻ കളർ എന്ന് പറയുന്ന ആ ഒരു ഷെയ്ഡുമാണ്. അപ്പം ഡാർക്ക് പീച്ചും ലൈറ്റ് പീച്ചുമാണ് എടുത്തിരിക്കുന്നത്. ലീവ്സ് ഒലീവ് ഗ്രീനും നോർമൽ നമ്മുടെ ഇലകളുടെ ഒക്കെ ഒരു ഗ്രീൻ കളർ ഷെയ്ഡുമാണ്, ലൈറ്റ് ഗ്രീനുമാണ് ലീവ്സിന് എടുത്തിരിക്കുന്നത്. പിന്നെ ഷുഗർ ബീഡ്സും ഒരു മീഡിയം സൈസ് ബീഡുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അകത്ത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഫ്രഞ്ച് നോട്ട്സ് ഒക്കെ തയ്ക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഒത്തിരി കാര്യങ്ങൾ ഫ്രഞ്ച് നോട്ട് എല്ലാവർക്കും ചെയ്യാൻ അറിയായിരിക്കും, പക്ഷെ ഇങ്ങനത്തെ ഒരു ഡിസൈൻ പൂവൊക്കെ തയ്ക്കുമ്പം സാധാരണ നമ്മൾ സ്കാറ്റർ ചെയ്ത് ഫ്രഞ്ച് നോട്ട് തയ്ക്കണവരെയല്ല ഒരു പൂ തയ്ക്കുമ്പോൾ നമ്മൾ ഫ്രഞ്ച് നോട്ട് തയ്ക്കേണ്ടത്. നല്ല സൂക്ഷിച്ച് വേണം തയ്ക്കാൻ. അതുപോലെ തന്നെ തൊട്ടടുത്തടുത്ത് ഒട്ടും ഡിസ്റ്റൻസ് വിടാണ്ട് അടുപ്പിച്ച് തയ്ച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു വാഷ് ഒന്ന് ഇട്ടിട്ട് നമ്മളൊന്ന് വാഷ് ചെയ്യുമ്പോഴേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. എന്നിട്ട് ഈ മെറ്റീരിയലിൻ്റെ കളറ് ഈ പൂവിൻ്റെ ഇടയിൽ കൂടെ കാണാൻ തുടങ്ങും. അപ്പോൾ അതൊരു ഭംഗി ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ അത്രയ്ക്ക് ടൈറ്റ്ലി വേണം ഫ്രഞ്ച് നോട്ട് തയ്ക്കണം. അതുപോലെ തന്നെ ബൂളിയൻ നോട്ട് ആണെങ്കിലും സ്പേസ് ഒട്ടും കാണാണ്ട് തന്നെ തയ്ക്കണം. ഇൻ കേസ് സ്പേസ് ഉണ്ടെങ്കിൽ തന്നെ ഈ ഗ്യാപ്പിലൊക്കെ ഫ്രഞ്ച് നോട്ട് വെച്ച് ഫില്ല് ചെയ്ത് ആ ബ്രൗൺ കളർ ഒട്ടും പുറത്തോട്ട് കാണരുത്, ഈ മെറ്റീരിയലിൻ്റെ കളർ ഒട്ടും പുറത്തോട്ട് കാണാണ്ട രീതിയിൽ വേണം ഇത് ഫില്ല് ചെയ്തെടുക്കാൻ. അതുപോലെ തന്നെ ലീവ്സ് ആയാലും ലീവ്സ് ഫിഷ് ബോൺ ആണ്, കുറച്ച് സ്റ്റെംസേ ഉള്ളൂ, അത് സ്റ്റെം സ്റ്റിച്ചുമാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു ഡിസൈൻ തയ്ക്കാൻ ഞാൻ എടുത്ത സമയം ഒരു 1 ഫുൾ ഡേ എടുത്തിട്ട്, എന്ന് വെച്ചാൽ 1 ഫുൾ ഡേ എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം 8 to 9 hours കണ്ടിന്യൂസ് ഇരുന്ന് തയ്ച്ചാലാണ് ഈ ഒരു ഡിസൈൻ നമ്മൾ തയ്ച്ചു തീരുള്ളൂ. ഇതിന് പെർ ഡിസൈൻ 850 to 900 റുപ്പീസ് നമുക്ക് ചാർജ് ചെയ്യാം. എന്ന് വെച്ചാൽ അത്രയും നമ്മൾ എഫേർട്ട് എടുത്തിട്ടാണ് തയ്ക്കുന്നത്. ഫ്രഞ്ച് നോട്ട് എളുപ്പത്തിൽ തയ്ച്ച് എടുക്കാമെങ്കിലും നമ്മളിങ്ങനെ 2 കൈയും യൂസ് ചെയ്തിട്ട് വേണം തയ്ക്കാൻ. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്കറിയാം. കഴുത്തിങ്ങനെ കുനിച്ച് വെച്ച് നമ്മൾ ഒത്തിരി സമയം എടുത്താണെങ്കിൽ ഈ ഒരു ഡിസൈൻ നമുക്ക് തയ്ച്ചു തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 850 to 900 റുപ്പീസ് നമുക്ക് ഈ ഒരു പെർ ഡിസൈൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പെർ ഡിസൈൻ നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പം ഇതാണ് നമ്മുടെ ഇപ്പം നമുക്ക് എങ്ങനെയാണ് തയ്ക്കേണ്ടത്, ഈ ഡിസൈൻ എങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം എങ്ങനെയാണ് തയ്ക്കേണ്ടത് നമുക്ക് കണ്ടു നോക്കാം. ഇതാണ് നമ്മുടെ ഡിസൈൻ. ഒരു സർക്കിളിലുള്ള ഒരു ഡിസൈനാണ്. ഇതിനകത്ത് ഫ്ലവേഴ്സിൻ്റെ അകത്ത് 2 പോർഷൻസ് ഉണ്ട്. ഉള്ളിലൊരു സർക്കിൾ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് കേർവ്സ് ആയിട്ടും ഉണ്ട്. അപ്പോൾ ഈ 2 പോർഷനിലും 2 സ്റ്റിച്ചാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ആങ്കറിൻ്റെ ത്രെഡാണ്. അപ്പോൾ ഈ കളേഴ്സൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.
ഗ്രീൻ ലീവ്സിന് തന്നെ 2 കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. കളർ കോഡ് 257 പിന്നെ ഒരു ഒലീവ് ഗ്രീൻ 281 കോഡ് 281 കോഡ് നമ്പർ 281. പിന്നെ ഈ ഫ്ലവേഴ്സിൻ്റെ ഉള്ളിൽ നമ്മൾ ഡാർക്ക് ഷെയ്ഡ് പീച്ച് കളറാണ് കൊടുക്കുന്നത്. അതിൻ്റെ നമ്പർ 11 പിന്നെ പുറത്ത് ഈ കർവ്സിനെല്ലാം കൊടുക്കുന്ന ലൈറ്റ് ഷെയ്ഡുമാണ്. അതിൻ്റെ നമ്പർ 08 ആണ്. അപ്പോൾ ഈ 4 കളർ ത്രെഡ്സാണ് നമ്മൾ ഈ ഒരു ഡിസൈനിന് യൂസ് ചെയ്യുന്നത്. പിന്നെ ബീഡ്സ് യൂസ് ചെയ്യുന്ന ഷുഗർ ബീഡ്സും മീഡിയം സൈസ് ബീഡ്സുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം 6 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തയ്ക്കുന്നത്. ഇനി ഇത് നേരത്തെ പറഞ്ഞ പോലെ മെറ്റീരിയൽ റോ സിൽക്ക് മെറ്റീരിയലാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ മെറ്റീരിയലിൻ്റെ ഇടയ്ക്ക് ഇതുപോലെ തടിച്ചിരിക്കുന്ന പോർഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇങ്ങനത്തെ ഈ തടിച്ചിരിക്കുന്ന പോർഷൻസിൽ തയ്ക്കാൻ നേരത്തെ കുറച്ച് ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ സൂചി എടുത്ത് കുത്തി പൊക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഈ ത്രെഡും കൂടെ അങ്ങ് പൊങ്ങി വരും. അപ്പോൾ അവിടെ ഒരു ഹോള് പോലെ വരും. അപ്പോൾ അങ്ങനെയുള്ള പോർഷൻസിൽ തയ്ക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് വേണം തയ്ക്കാൻ. വെറുതെ താത്തുമ്പം ഇത് കുഴപ്പമില്ല. നമ്മൾ ഇങ്ങനെ കുത്തി പൊക്കുമ്പം എന്ന് വെച്ചാൽ ബൂളിയൻ നോട്ടൊക്കെ ചെയ്യാൻ നേരത്തെ ഇങ്ങനെ കുത്തിയെടുക്കുമ്പം വലിക്കുമ്പോൾ ബൂളിയൻ നോട്ട് വലിക്കുമ്പം ചിലപ്പോൾ ഈ സാധനവും ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ത്രെഡും കൂടെ വിട്ടുപോരും. കഴിവതും അങ്ങനത്തെ പോർഷൻസിൽ കുത്തിയെടുക്കാതെ ശ്രദ്ധിക്കുക. അല്ല ഇനിയിപ്പം അതിൽ അങ്ങനെ എടുക്കാണ്ടിരിക്കാൻ പറ്റില്ല, ആ ഡിസൈൻ അവിടെ തന്നെ വരണം, നമുക്ക് കുത്തിയെടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ വളരെ സൂക്ഷിച്ച് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പൂവിൻ്റെ സെൻറ്റർ പോർഷനിൽ നമുക്ക് തയ്ച്ച് തുടങ്ങാം. അപ്പോൾ സെൻറ്ററിൽ ഞാൻ പറഞ്ഞ പോലെ ബൂളിയൻ നോട്ടാണ് സെൻറ്ററിൽ തയ്ക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെ തയ്ക്കണമെന്ന് നമുക്ക് കാണാം. ഇവിടെ നിന്ന് നമ്മൾ എടുക്കുകയാണ്. സെൻറ്റർ ഇവിടം വരെ ഇവിടെ ബീഡാണ് വെക്കുന്നത്. അപ്പം ആ ഒരു ഗ്യാപ്പ് ഇടാൻ നോക്കണം. ബീഡ് വെക്കാനുള്ളൊരു ഗ്യാപ്പ് നമ്മൾ ഇടണം. ഞാനിപ്പോൾ ഡിസൈനിൽ ഒരു വട്ടം വരച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഒരു കുഞ്ഞു വട്ടം ഇവിടെ വരച്ച് വെച്ചാൽ മതി. അപ്പോൾ ആ ഗ്യാപ്പ് നിങ്ങൾ വിട്ടാൽ മതി. ഇതിനകത്ത് ഈ ഒരു ഡിസ്റ്റൻസിന് എന്തോരം ടേൺസ് എടുക്കണമെന്ന് നിങ്ങൾ റാപ്സ് എടുക്കണമെന്ന് നിങ്ങൾ നോക്കുക. അപ്പം ഞാനിവിടെ 7 to 8 റാപ്സാണ് എടുക്കുന്നത്. ഇനി 8 വട്ടം ചുറ്റിയിട്ടുണ്ട്. നല്ലോണം ടൈറ്റായിട്ട് വലിക്കുക കേട്ടോ. ഇവിടെ ഞാൻ നീഡിൽ സൈസ് എടുത്തേക്കുന്നത് 6 ആണ്. 5 or 6 നമുക്ക് യൂസ് ചെയ്യാം. ഇതുപോലെ നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ബൂളിയൻ നോട്ട് ഈ ഫുൾ സർക്കിളും ഫില്ല് ചെയ്തെടുക്കണം. നമുക്കിനി ബൂളിയൻ നോട്ട് ഈ ഒരു പോർഷനിലാണ് തയ്ക്കേണ്ടത്. ഇവിടെ ഇപ്പോൾ തടിച്ചിരിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ സൂക്ഷിച്ച് വേണം അങ്ങനത്തെ ഒരു പോർഷനിൽ നമുക്ക് തയ്ക്കാനായിട്ട്. ഡിസൈൻ വരയ്ക്കുമ്പോഴും അവിടെ വരയ്ക്കുമ്പം ക്ലിയർ ആയിട്ട് വരത്തില്ല, ഈ തടിച്ചിരിക്കുന്ന കാരണം. അവിടെ വൈറ്റ് ആയാലും ബ്ലാക്ക് ആയാലും ഏത് കാർബൺ പേപ്പർ ആണെങ്കിലും അവിടെ വരയ്ക്കുമ്പം പടം വരാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ എടുക്കുമ്പോഴൊക്കെ സൂക്ഷിക്കണം, കുത്തിയെടുക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ആ നൂലും അവിടെ നിന്ന് വിട്ടുപോരും. പിന്നെ നമ്മൾ ബൂളിയൻ നോട്ട് ചെയ്യുമ്പോൾ ആ ബ്രൗൺ കളറ് ഈ ത്രെഡിൻ്റെ ഇടയിൽ വരും. അപ്പം കാണാൻ ഭംഗിയുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ വളരെ സൂക്ഷിച്ച് വേണം ഇങ്ങനെ ഒരു മെറ്റീരിയലിൽ തയ്ക്കുമ്പോൾ. ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്, നീഡിലിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി 7 ടൈംസ് ഞാൻ റാപ്പ് ചെയ്യണം കേട്ടോ. 7 വട്ടം ചുറ്റിയിട്ടുണ്ട്. പയ്യെ വേണം വലിച്ചെടുക്കാൻ, അല്ലെങ്കിൽ തേപ്പതേ ഇവിടെ പയ്യെ ഇളകിയിട്ടുണ്ട് കേട്ടോ. ത്രെഡ് പയ്യെ വിട്ടുപോരാനായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. പയ്യെ സൂക്ഷിച്ച് വേണം വലിക്കാനായിട്ട്. മുറുക്കെ വലിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അത് വിട്ടുപോരും. എന്ന് വെച്ചാൽ ആ തടിച്ചിരിക്കുന്ന പോർഷൻ അത്ര ഇതായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫ്ലവറിൻ്റെ സെൻറ്റർ പോർഷൻ തയ്ച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നടുക്ക് നമ്മളൊരു മീഡിയം സൈസ് ബീഡാണ് വയ്ക്കുന്നത്. ചുറ്റും ഫ്രഞ്ച് നോട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത് വേറൊരു ത്രെഡ് ലൈറ്റ് പീച്ച് വെച്ചിട്ട് ചുറ്റും ഫ്രഞ്ച് നോട്ട് ചെയ്യാം.
എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഫ്രഞ്ച് നോട്ട് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ആദ്യം ബൗണ്ടറി ഔട്ട്ലൈൻ നമ്മൾ തയ്ക്കുക, അത് കഴിഞ്ഞിട്ട് ഉള്ളിൽ ഫില്ല് ചെയ്യുക. അല്ലാണ്ട് നമുക്ക് ഇങ്ങനെയാണെങ്കിലും തയ്ച്ച് വരാം. പക്ഷേ ഞാൻ യൂഷ്വലി അങ്ങനെയാണ് തയ്ക്കുന്നത്. ഏത് ഫ്രഞ്ച് നോട്ട് എടുത്താലും ആദ്യം അങ്ങ് ബൗണ്ടറിയിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെയും അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ഇവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഫുൾ ബൗണ്ടറി ഞാൻ ഔട്ട്ലൈൻ തയ്ച്ച് കഴിഞ്ഞിട്ട് ഫ്രഞ്ച് നോട്ട് തയ്ച്ച് കഴിഞ്ഞിട്ടാണ് ഉള്ളിലോട്ട് തയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാത്തിനും 6 strands യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. ഫ്രഞ്ച് നോട്ടും ബുളിയൻ നോട്ടും ലീവ്സ് ആണെങ്കിലും എല്ലാത്തിനും നമ്മൾ 6 strands യൂസ് ചെയ്യുന്നത്. നല്ലോണം വലിച്ചു പിടിച്ചാൽ എന്തോരം കുഞ്ഞിതായിട്ട് ഫ്രഞ്ച് നോട്ട് തയ്ക്കാം, ടൈറ്റ്ലി ഫ്രഞ്ച് നോട്ട് തയ്ക്കാൻ പറ്റുമോ അത്ര നല്ല ഭംഗിയിൽ വരും. അപ്പം നല്ലോണം ത്രെഡ് വലിച്ചു വെച്ച് നല്ല ടൈറ്റായിട്ട്, അതുപോലെ തന്നെ ഒട്ടും ഗ്യാപ്പില്ലാണ്ട് അടുപ്പിച്ചടുപ്പിച്ച് ഫ്രഞ്ച് നോട്ടും തയ്ക്കണം, എന്നാലാണ് ആ ഫിനിഷിങ് വരത്തുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ട് ഒന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ, തുണിയൊന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഫ്രഞ്ച് നോട്ട് പയ്യെ ത്രെഡൊക്കെ ചുങ്ങുമല്ലോ. അപ്പം ആ ഒരു ഗ്യാപ്പ് ഇടയ്ക്ക് ഈ തുണിയുടെ കളറ് കാണാൻ പറ്റും, ഈ കോഫി ബ്രൗൺ കളറൊക്കെ കാണാൻ പറ്റും. അതുകൊണ്ട് എന്തോരം ക്ലോസ്ലി നമുക്ക് തയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലത്. ഒട്ടും ഗ്യാപ്പില്ലാണ്ട് അത്ര അടുപ്പിച്ചടുപ്പിച്ച് തയ്ക്കുക. ത്രെഡ് ഒരു കൈ കൊണ്ട് വലിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ ചുറ്റിയിട്ട്, ഈ വലിച്ചു പിടിക്കുന്നത് വിടരുത്, വലിച്ചു പിടിച്ചുകൊണ്ട് തന്നെ താത്ത് ഇങ്ങനെ അവിടെ നല്ലോണം മുറുക്കെ വലിച്ച് തന്നെ പിടിക്കുക. ത്രെഡ് കുറച്ച് നീളത്തിലെടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കുറച്ചധികം ഉണ്ടല്ലോ ഫ്രഞ്ച് നോട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് കെട്ടിടേണ്ടി വരും. കുറച്ചധികം ത്രെഡ് എടുക്കുകയാണെങ്കിൽ അത് നല്ലത്. ഇതുപോലെ ഔട്ട്ലൈൻ നമുക്ക് തയ്ച്ചെടുക്കാം. ഔട്ട്ലൈനും ഉള്ളിലും എല്ലാം ഫ്രഞ്ച് നോട്ടാണ് തയ്ക്കേണ്ടത്. ആദ്യം ഒരു ഔട്ട്ലൈൻ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിലോട്ട് തയ്ച്ചെടുക്കാം. നമ്മളിപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഔട്ട്ലൈൻ മാത്രം തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് ഫ്രഞ്ച് നോട്ട് വെച്ച്. ഇനി ഇതിൻ്റെ ഉള്ളിൽ അടുപ്പിച്ച് ഫ്രഞ്ച് നോട്ട് വീണ്ടും ചെയ്ത് ഫില്ല് ചെയ്തെടുക്കുക. അപ്പം ഞാൻ ഇതുവരെയാണ് തയ്ക്കുന്നത്. ആദ്യം ഔട്ട്ലൈൻ ഒന്ന് തയ്ച്ചു കഴിഞ്ഞിട്ടാണ് തയ്ക്കുന്നത്. ഇനി നമ്മൾ നോക്കുമ്പം നമ്മൾ ബുളിയൻ നോട്ട് തയ്ക്കുമ്പോൾ സർക്കിളിൽ തയ്ക്കുമ്പോഴും ആ കർവ്സ് വരുമ്പോൾ സർക്കിളിൻ്റെ ആ ഇങ്ങനെ റൗണ്ടായിട്ട് വരുന്ന ആ പോർഷനിൽ നമുക്ക് ഇത്തിരി ഗ്യാപ്പിട്ട് തയ്ച്ചാലാണ് നേരെയായിട്ട് വരുള്ളൂ. ആ ഒരു ഗ്യാപ്പിൻ്റെ അകത്ത് നമുക്ക് തയ്ക്കുമ്പോൾ ഇവിടെ ഒരു ഫ്രഞ്ച് നോട്ട് തയ്ക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വിട്ട് തയ്ക്കുകയാണെങ്കിൽ, കൃത്യം സർക്കിളിൽ കൂടെ മാത്രം ഫ്രഞ്ച് നോട്ട് തയ്ക്കണമെങ്കിൽ നമുക്കിവിടെ ഒരു ഗ്യാപ്പ് കാണും. ഈ ഗ്യാപ്പിൽ കൂടെ പ്രത്യേകിച്ച് ഇത് കോൺട്രാസ്റ്റ് കളർ എടുത്ത് നിൽക്കുന്ന കളറായതുകൊണ്ട് ഈ കോഫി ബ്രൗൺ കളർ നല്ലോണം എടുത്ത് കാണിക്കും. ആ ബ്രൗൺ ഇതിൻ്റെ ഇടയിൽ കൂടെ വിട്ട് നിൽക്കുമ്പോൾ ഈ വിടവിലും ഒരു ഫ്രഞ്ച് നോട്ട്, ഒത്തിരി വേണ്ട, ഒത്തിരി അങ്ങ് കയറ്റിയിട്ടുണ്ടെങ്കിൽ വൃത്തികേടാവും. ഒരു ഫ്രഞ്ച് നോട്ട് ആ ഗ്യാപ്പ് കാണാണ്ടിരിക്കാൻ, ആ കോഫി ബ്രൗൺ കളർ പുറത്തോട്ട് കാണാണ്ടിരിക്കാൻ വേണ്ടി ഈ ഗ്യാപ്പിലൊക്കെ ഒരു ഫ്രഞ്ച് നോട്ട് വെച്ച് തയ്ക്കുക. ബാക്കി ഇവിടെയൊക്കെ നല്ലോണം അടുപ്പിച്ച് കോഫി ബ്രൗൺ കളർ ത്രെഡ് ക്ലോത്ത് കാണാതെ, മെറ്റീരിയൽ കാണാതെ അത്ര അടുപ്പിച്ച് നമ്മൾ തയ്ച്ചു കൊടുക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ലീവ്സും എല്ലാം നമ്മൾ കാർബൺ പേപ്പർ യൂസ് ചെയ്യുമ്പോൾ വൈറ്റ് അല്ലെങ്കിൽ യെല്ലോ കാർബൺ പേപ്പറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈ 2 കാർബൺ പേപ്പറിന് ഒരു കുഴപ്പമുണ്ട്. കുറച്ച് നമ്മുടെ കൈ ഇങ്ങനെ നമ്മൾ തയ്ക്കുമ്പോൾ നമ്മുടെ കൈ മുട്ടി ഉരയുമല്ലോ. അപ്പോൾ ആ വരച്ചേക്കുന്ന ഡിസൈൻ മാഞ്ഞു പോകാനുള്ള ചാൻസസ് കൂടുതലാണ് വൈറ്റിനും അതുപോലെ തന്നെ യെല്ലോ കാർബൺ പേപ്പറിലും. അപ്പോൾ ഒത്തിരി നമ്മളിങ്ങനെ കൈയിട്ട് അതിൻ്റെ മേലിൽ കൂടെ തൂക്കാണ്ട് പെട്ടെന്ന് തന്നെ അധികം ഉരയ്ക്കാതെ തന്നെ ഡിസൈൻ തയ്ച്ചെടുക്കാൻ ശ്രമിക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തയ്ച്ച് വരുമ്പോഴും ഡിസൈൻ മങ്ങി പൊയ്ക്കൊണ്ടിരിക്കും. കമ്പയർ ടു ബ്ലൂ ആൻഡ് ബ്ലാക്ക് കാർബൺ പേപ്പർ, വൈറ്റ് ആൻഡ് യെല്ലോ കാർബൺ പേപ്പർ യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുമായിരിക്കും. അപ്പോൾ അത് ഒത്തിരി നമ്മൾ ആ ഡിസൈനിൻ്റെ മേലിൽ കൈയിട്ട് ഉരയ്ക്കാണ്ടിരുന്ന് വെച്ചാൽ മതി. ഇതുപോലെ ടൈറ്റ്ലി ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് നമുക്ക് ഈ ഫുൾ ഫ്ലവറും ഫില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫ്രഞ്ച് നോട്ട് വെച്ചിട്ട് ഈ ഫ്ലവറിൻ്റെ ഫില്ലിങ് ഫുള്ളും തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഒരു ഗ്യാപ്പ് പോലും ഇല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇനിയും ഗ്യാപ്പ് ഒരു ദൂരം തന്നെ ഗ്യാപ്പ് ഒന്നും ഇല്ലാണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെ ഫില്ല് ചെയ്തെടുക്കുക.
അത് കഴിഞ്ഞിട്ട് നമുക്ക് ലീവ്സാണ് തയ്ക്കേണ്ടത്. അപ്പോൾ ലീവ്സിന് നമ്മൾ 2 കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് ലീവ്സിന്. ഒന്ന് ഒലീവ് ഗ്രീനും ഒന്ന് വേറെ ഷെയ്ഡ് ഗ്രീനുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ 257 ആങ്കർ കോഡ് 257 ഗ്രീനാണ് എടുത്തിരിക്കുന്നത്. 6 സ്ട്രാൻഡ്സ്. നമ്മളിവിടെ ഫിഷ് ബോണാണ് ചെയ്യുന്നത്. ഒരു ലീഫ് നമ്മൾ അടുത്തടുത്തുള്ള ലീഫിന് സെയിം കളേഴ്സ് കൊടുക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ലീഫിന് ഈ കളർ കൊടുക്കണമെങ്കിൽ ഈ ലീഫിന് വേറെ കളർ, അങ്ങനെയാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു ലീഫ് തയ്ച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ. അപ്പം ഈ ഒരു 3 സ്റ്റിച്ചാണ് നമ്മൾ ഈ ഫുൾ ഡിസൈനിൽ തയ്ക്കുന്നത്. പിന്നെ ഒരിത്തിരി സ്റ്റെം സ്റ്റിച്ചും ഉണ്ട്. നമുക്ക് ഈ സ്റ്റിച്ചസ് വെച്ചിട്ട് നമുക്ക് ഈ ഫുൾ ഡിസൈൻ നമുക്ക് തയ്ച്ച് തീർക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബീഡ്സ് വയ്ക്കാം. നമ്മളപ്പോൾ ഫ്രഞ്ച് നോട്ടും ബൂളിയൻ നോട്ടും ഫിഷ് ബോണും പിന്നെ ഇവിടെ ഇത്തിരി സ്റ്റെം സ്റ്റിച്ചും ആണ് യൂസ് ചെയ്തേക്കുന്നത് ഈ ഹോൾ ഡിസൈനിനകത്ത്. അപ്പോൾ അത് വെച്ചിട്ട് ഫുൾ ഡിസൈനും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബീഡ്സാണ് വെക്കേണ്ടത്. ബീഡ്സ് പൂവിൻ്റെയൊക്കെ സെൻറ്ററിൽ ഒരു മീഡിയം സൈസ് ബീഡാണ് വെക്കുന്നത്, ആൻറ്റിക് കളറ്. അതുപോലെ തന്നെ ഈ ചുറ്റുമുള്ളിടത്തൊക്കെ നമ്മൾ കുഞ്ഞ് ഷുഗർ ബീഡ്സുമാണ് വെക്കുന്നത്, അതും ആൻറ്റിക് കളറാണ്. അപ്പോൾ ബീഡ്സ് വെക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ആങ്കറിൻ്റെ ത്രെഡ് തന്നെയാണ്. ആങ്കറിൻ്റെ ത്രെഡ് വേണമെന്നില്ല, മെഷത്തിൽ യൂസ് ചെയ്യുന്ന ത്രെഡ് ആയാലും യൂസ് ചെയ്യാം. പക്ഷേ കഴിവതും ഈ തുണിയുടെ കളറ് ഉള്ള ത്രെഡ് തന്നെ യൂസ് ചെയ്യാൻ എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു കോഫി ബ്രൗൺ കളർ ത്രെഡാണ്, ആങ്കറിൻ്റെ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. 2 സ്ട്രാൻഡ്സാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ മെഷീനിലിടുന്ന ത്രെഡാണ് യൂസ് ചെയ്യണമെങ്കിൽ 2 അറ്റവും കൂടെ സൂചിയിൽ കോർത്ത് കഴിഞ്ഞിട്ട് ഒരുമിച്ചങ്ങ് കെട്ടിയിട്ടാലും മതി. അപ്പോൾ 2 ഇഴയായിട്ട് നമുക്ക് കിട്ടും. 2 ഇഴ യൂസ് ചെയ്യുന്നത് നല്ലത്. കട്ടിയിലിരുന്നോളും, പൊട്ടിപ്പോവും എന്നുള്ള ടെൻഷൻ വേണ്ട. നമ്മൾ പൂവിൻ്റെയൊക്കെ സെൻറ്ററിൽ നമ്മൾ ബീഡ് എടുത്ത് വെക്കുകയാണ്. ഇപ്പോൾ മീഡിയം സൈസ് ബീഡാണ്. അപ്പോൾ ഈ ഒരു സൈസ്, ഇതാണ് സൈസ്. അപ്പോൾ ഈ ഒരു സൈസിൽ ആൻറ്റിക് കളർ ബീഡാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ബീഡിൻ്റെയൊക്കെ മേളിൽ നമ്മൾ അയൺ ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, ചില ബീഡ്സൊക്കെ അതിൻ്റെ കളറ് ഇതായി വിട്ടു പോകും, ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് പോരും ഓവർ ഹീറ്റ് ആയിട്ടുണ്ടെങ്കിൽ. അപ്പം ബീഡ്സിൻ്റെ മേളിൽ കൂടെ കഴിവതും തേക്കാണ്ടിരിക്കുന്നത്, അയൺ ചെയ്യാണ്ടിരിക്കുന്നത് നല്ലത്. മറിച്ചിട്ടിട്ടോ അല്ലെങ്കിൽ മേളിലൊരു തുണി ഇട്ടിട്ടോ വല്ലതും തേക്കുക. ഇതുവരെ നമ്മൾ ഒരു ബീഡ് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചു. ഇനി സെയിം ത്രെഡ് തന്നെ ഞാൻ കെട്ടിടുന്നില്ല, അടിയിൽ കൂടെ തന്നെ വലിക്കുകയാണ്. ഞാൻ ഇവിടെ ഷുഗർ ബീഡ്സാണ് വയ്ക്കുന്നത്. നമ്മൾ സ്കാറ്റർ ചെയ്ത് അവിടെ എവിടെയും കുറച്ച് ഷുഗർ ബീഡ്സ് വയ്ക്കുന്നു. പൂവിൻ്റെ സെൻറ്ററിലൊക്കെ മറ്റേ മീഡിയം സൈസ് ബീഡും വയ്ക്കുന്നു. അങ്ങനെ നമുക്ക് ബാക്കിത്തെ ഈ ഫുൾ ഡിസൈൻ നമുക്ക് കുറച്ചും കൂടെ ബീഡ്സൊക്കെ വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫുൾ ഡിസൈൻ നമ്മൾ തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബീഡ്സൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഗ്രാൻഡ് ലുക്കായി ഡിസൈന് തന്നെ നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.